ശ്രീരാമദേവന്റെ പൂർത്തീകരിക്കാത്ത ഉദ്യമം. അങ്ങയെ എന്തോ അലട്ടുന്നത് പോലെ തോന്നുന്നുവല്ലോ പ്രഭു. അങ്ങയ്ക്കു സുഖം തന്നെയല്ലേ? ദക്ഷൻ ഉത്കണ്ഠാഭരിതനായി ചോദിച്ചു. എന്ന് മൂളിക്കൊണ്ട് ശിവൻ തല ഉയർത്തി. ക്ഷമിക്കണം മഹാരാജൻ, അല്പനിമിഷം ഞാൻ മറ്റെന്തോ ആലോചനയിൽ പെട്ടുപോയി. ആകാംക്ഷയോടെ ദക്ഷൻ കനകഹാലയെ നോക്കി. തലേദിവസം രാത്രി അത്താഴ സമയത്ത് സതിയുടെ മുഖത്ത് ഇതുപോലെ നിരാശയുടെ ഭാവം അദ്ദേഹം കാണുകയുണ്ടായി. പക്ഷേ അവളൊന്നും പറയാൻ തയ്യാറല്ലായിരുന്നു. നമ്മുടെ കൂടിക്കാഴ്ച പിന്നീട് മതിയോ? ദക്ഷൻ ചോദിച്ചു. വേണ്ട മഹാരാജൻ, തടസ്സൊന്നുമില്ല. എന്നോട് ക്ഷമിക്കണം. നമുക്ക് തുടരാം, ശിവൻ പറഞ്ഞു. ശരി, ആകാംക്ഷയോടെ ദക്ഷൻ തുടർന്നു. ഭഗവാൻ രാമൻ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. തന്നോട് അപേക്ഷിച്ചുകൊണ്ടിരുന്ന മനസ്സിനെ അസ്വസ്ഥമാക്കിയിരുന്ന സതിയുടെ മുഖം മനസ്സിൽ നിന്ന് നീക്കം ചെയ്യുവാൻ തല ചെറുതായൊന്ന് അനക്കിക്കൊണ്ട് ശിവൻ പറഞ്ഞു. അതെ, മൈക സംവിധാനം ചിട്ടയോടെ പ്രവർത്തിച്ചു. ഞങ്ങളുടെ സമൂഹം വളർന്നു. ഭൂമിയിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശങ്ങളിലൊന്നായി തീർന്നു ഞങ്ങളുടെ രാജ്യം. കഴിഞ്ഞ 1200 വർഷങ്ങളിൽ ഞങ്ങളുടെ രാജ്യം ഏറ്റവും മികച്ച രാജ്യമായി തീർന്നു. അത് മറ്റ് ദേശങ്ങളെ കടത്തിവെട്ടി. മെലൂഹ ലോകത്തിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ രാഷ്ട്രമായി തീർന്നു. ഞങ്ങളുടെ ആളുകൾ ആദർശ സമ്പന്നമായ ജീവിതം നയിച്ചു. കുറ്റകൃത്യങ്ങൾ ഇല്ലാതായി. ആളുകൾ ശരിയായ കാര്യം മാത്രം ചെയ്തു പോകും. അന്യായമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ പരമാവധി ശ്രമിച്ചു. മറ്റു രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യാതിരിക്കുവാൻ ശ്രമിച്ചു. പരമാർത്ഥത്തിൽ ഞങ്ങളുടെ സമൂഹം പരിപൂർണത കൈവരിച്ചു. അതേ മഹാരാജൻ, സംഭാഷണത്തിലേക്ക് സാവധാനം മടങ്ങി വന്നുകൊണ്ട് ശിവൻ പറഞ്ഞു. പരിപൂർണത ആർജിക്കുവാൻ സാധിക്കുന്ന ഒന്നാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ലക്ഷ്യത്തേക്കാൾ ഉപരി ഒരു യാത്രയാണ്. പക്ഷേ നിങ്ങളുടെ സമൂഹം തീർച്ചയായും പരിപൂർണതയ്ക്കടുത്തെത്തിക്കഴിഞ്ഞ ഒന്നാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ പരിപൂർണരല്ലെന്ന് അങ്ങ് കരുതുന്നത്? വിയോജിപ്പിന്റെ സ്വരത്തിൽ പർവ്വതേശ്വരൻ ചോദിച്ചു. പർവ്വതേശ്വരൻ, ഇത് പരിപൂർണതയാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ശിവൻ ഭവ്യമായി ചോദിച്ചു. രാമരാജൻ വിഭാവനം ചെയ്തതുപോലെ തന്നെയാണോ മെലൂഹയിലെ എല്ലാ കാര്യങ്ങളും? പർവ്വതേശ്വരൻ നിശബ്ദനായി. ആ മറുപടി ഇഷ്ടപ്പെട്ടതല്ലെങ്കിലും അതൊരു സത്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. സ്വാമി പറയുന്നത് ശരിയാണ് പർവ്വതേശ്വരൻ, ദക്ഷൻ പറഞ്ഞു. മികവ് നേടേണ്ടതായ കാര്യങ്ങൾ ഇനിയും ശേഷിക്കുന്നുണ്ടാവും. എല്ലായ്പ്പോഴും അതങ്ങനെയാണ് മഹാരാജൻ. അങ്ങനെയൊക്കെ പറഞ്ഞാലും, ശിവൻ തുടർന്നു, വിസ്മയം ജനിപ്പിക്കുന്ന ഒരു സമൂഹമാണ് അങ്ങയുടേത്. കാര്യങ്ങൾക്കെല്ലാം നല്ല ചിട്ടയുണ്ട്. എങ്കിലും എനിക്കു മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങും അങ്ങയുടെ ജനങ്ങളും ഭാവിയെക്കുറിച്ചോർത്ത് ഉത്കണ്ഠ കൊള്ളുന്നത്? എന്താണ് പ്രശ്നം? നീലകണ്ഠന്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സമീപത്തെങ്ങും എന്തെങ്കിലും ദുരന്തം പതിയിരുപ്പുള്ളതായി എനിക്കു കാണാൻ സാധിച്ചിട്ടില്ല. എൻ്റെ നാട്ടിലേതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല. എവിടെ തുടങ്ങണം എന്നാലോചിക്കാൻ പറ്റാത്ത വിധം സംഭവബഹുലമാണ് അവിടുത്തെ കാര്യങ്ങൾ. പ്രഭോ, ഞങ്ങൾക്ക് നേരിടാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളെയാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ടാണ് നീലകണ്ഠന്റെ സാന്നിധ്യം ആവശ്യമായി തീർന്നത്. ഞങ്ങൾ സ്വന്തം കാര്യം മാത്രം നോക്കുന്നു. മറ്റു രാജ്യങ്ങളെ അവരുടെ പാട്ടിന് വിടുന്നു. അന്യരാജ്യങ്ങളുമായി ഞങ്ങൾ വ്യാപാരത്തിലേർപ്പെടാറുണ്ടെങ്കിലും അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല. ക്ഷണിക്കപ്പെടാത്ത വിദേശികളെ മെലൂഹയുടെ അതിർത്തി കടന്നുവരാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ പാട്ടിന് വിടണമെന്നും ഞങ്ങളുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുതെന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രതീക്ഷിക്കുന്നത് പോലെ അവർ അതിനനുവദിക്കുന്നില്ലേ പ്രഭോ? ഇല്ല, അവരങ്ങനെ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അതിനെ വളരെ ലളിതമായ പദം കൊണ്ട് വിശേഷിപ്പിക്കാം പ്രഭോ, ദക്ഷൻ പ്രതിവചിച്ചു. അസൂയ. ഞങ്ങളുടെ മികച്ച ജീവിത വഴികളെ അവർ വെറുക്കുന്നു. ഞങ്ങളുടെ കുറ്റമറ്റ കുടുംബ സംവിധാനം അവർക്ക് കണ്ണുകടിയുണ്ടാക്കുന്നു. രാജ്യത്തെ എല്ലാവരുടെയും ക്ഷേമകാര്യങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവർക്ക് അസന്തുഷ്ടിയുണ്ടാക്കുന്നു. കാരണം സ്വന്തം കാര്യം പോലും വേണ്ട വിധം പാലിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമാണ് അവർ നയിക്കുന്നത്.
സ്വയം മികവ് ആർജിക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം ഞങ്ങളെ എങ്ങനെ താഴേക്ക് വലിച്ചിടാം എന്നാണ് അവർ ആലോചിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭൂമിയാണ് മാനസ സരോവര, തീരത്തെ കൈലാസ പർവ്വത താഴ്വര. അതിൻ്റെ നിയന്ത്രണം ഞങ്ങളുടെ ഗോത്രത്തിനായിരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒട്ടനവധി അസൂയാലുക്കളുമായി ശണ്ട കൂടേണ്ടതായി വന്നു. ആ പ്രദേശം ശത്രുക്കളുമായി സൗമനസ്യത്തോടെ പങ്കിടുകയായിരുന്നുവെങ്കിൽ യുദ്ധം ഒഴിവാക്കാമായിരുന്നുവെന്ന് ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ സൗഭാഗ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാറുണ്ട് പ്രഭു. എങ്കിലും അസൂയ അവരെ അന്ധരാക്കുന്നു. സോമരസമാണ് ഞങ്ങളുടെ ഔന്നത്യത്തിന് കാരണമെന്ന് ചന്ദ്രവംശികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ സോമരസത്തെക്കുറിച്ച് അവർക്കും അറിയാം. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ വലിയ അളവിൽ അത് ഉണ്ടാക്കുവാൻ കഴിയാത്തതിനാൽ അതിൻ്റെ യഥാർത്ഥ പ്രയോജനം അവർക്ക് കിട്ടിയിട്ടില്ല. ക്ഷമിക്കണം, ഞാനൊന്ന് ഇടപെടുകയാണ് പ്രഭു. സോമരസം എവിടെയാണ് നിർമ്മിക്കുന്നത്? മന്ദരപർവ്വതത്തിലുള്ള രഹസ്യ കേന്ദ്രത്തിലാണ് ഇത് നിർമ്മിക്കുന്നത്. അവിടെ നിർമ്മിക്കപ്പെടുന്ന സോമരസ ചൂർണം മെലൂഹ സാമ്രാജ്യത്തിലെത്തി എമ്പാടും വിതരണം ചെയ്യപ്പെടുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ചില ക്ഷേത്രങ്ങളിൽ വെച്ച് പരിശീലനം ലഭിച്ച ബ്രാഹ്മണർ വെള്ളവും മറ്റു ചില ചേരുവകളും ചേർത്ത് അത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നു. കൊള്ളാം, ശിവൻ പറഞ്ഞു. വേണ്ടത്ര സോമരസം കിട്ടാത്തതിനാൽ ചന്ദ്രവംശികൾക്ക് ഞങ്ങളുടെയത്ര ശക്തി ആർജിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അസൂയയുടെ സ്വാധീനം മൂലം സോമരസം നശിപ്പിക്കുന്നത് വഴി ഞങ്ങളെയും നശിപ്പിക്കാം എന്നൊരു പദ്ധതിക്ക് അവർ രൂപം കൊടുത്തു. സോമരസത്തിലെ പ്രധാന ഘടകങ്ങളിലൊന്ന് സരസ്വതീ നദിയിലെ വെള്ളമാണ്. മറ്റേത് ജലം ഉപയോഗിച്ചാലും കാര്യമില്ല. ശരിക്കും? എന്തുകൊണ്ട്? ഞങ്ങൾക്കറിയില്ല പ്രഭു. ശാസ്ത്രജ്ഞർക്ക് അത് വിശദീകരിക്കുവാൻ സാധിക്കുന്നില്ല. പക്ഷേ സരസ്വതീ നദിയിലെ ജലത്തിനു മാത്രമേ ആ സിദ്ധിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നതിനായി സരസ്വതീ നദിയെ കൊല്ലുവാൻ ചന്ദ്രവംശികൾ ശ്രമിച്ചത്. ഒരു നദിയെ കൊല്ലുകയിൽ വിശ്വസിക്കാനാവാത്ത മട്ടിൽ ശിവൻ ചോദിച്ചു. അതേ സ്വാമി. ചന്ദ്രവംശികളുടെ അന്യായത്തോടുള്ള ദേഷ്യം തൻ്റെ കുട്ടിത്തം നിറഞ്ഞ കണ്ണുകളിൽ പ്രകടമാക്കിക്കൊണ്ട് ദക്ഷൻ പറഞ്ഞു. വടക്കുഭാഗത്തെ വലിയ 2 നദികൾ സംഗമിച്ചാണ് സരസ്വതീ നദി രൂപപ്പെടുന്നത്. സത്ലജും യമുനയും. പഴയകാലത്ത് സത്ലജിന്റെയും യമുനയുടെയും സഞ്ചാരമാർഗം നിഷ്പക്ഷമായ പ്രദേശത്തുകൂടെയായിരുന്നു. അതിൽ നിന്ന് സൂര്യവംശികളും ചന്ദ്രവംശികളും സോമരസം ഉണ്ടാക്കാൻ വെള്ളമെടുത്തിരുന്നു. പക്ഷേ എങ്ങനെയാണ് അവർ സരസ്വതിയെ കൊല്ലുവാൻ ശ്രമിച്ചത്? തെക്കോട്ടൊഴുകിയിരുന്ന യമുനാ നദിയുടെ സഞ്ചാരപഥം അവർ മാറ്റി. യമുനയുടെ സഞ്ചാരപഥം അവർ കിഴക്കോട്ടേക്ക് തിരിച്ചുവിട്ടു. അത് അവരുടെ പ്രധാന നദിയായ ഗംഗയിൽ ചെന്ന് ചാർന്നു. അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? ശിവൻ അതിശയം കൊണ്ട് ചോദിച്ചു. ഒരു നദിയുടെ ഗതി മാറ്റുകയോ? അതെ, നിശ്ചയമായും അതിന് കഴിയും, പർവ്വതേശ്വരൻ പറഞ്ഞു. ഞങ്ങൾ അന്താളിച്ചുപോയി. ദക്ഷൻ ഇടപെട്ടു. എന്നാൽ ആ വഞ്ചന ഉപേക്ഷിക്കുവാനുള്ള ഒരവസരം ഞങ്ങൾ അവർക്കു നൽകി. പിന്നെ ചന്ദ്രവംശികളിൽ നിന്ന് നമുക്കെന്ത് പ്രതീക്ഷിക്കാൻ കഴിയും പ്രഭോ? ദക്ഷൻ വെറുപ്പോടെ പറഞ്ഞു. അവരിക്കാര്യം നിഷേധിച്ചു. ഏതോ ചെറിയ ഭൂകമ്പം മൂലമാണ് നദിയുടെ ഗതിയിൽ നാടകീയമായ മാറ്റം വന്നതെന്ന് അവർ അവകാശപ്പെട്ടു. നദി സ്വയം ഗതിമാറിപ്പോയതിനാൽ അതൊരു ദൈവനിശ്ചയമായി കണക്കാക്കി അത് സ്വീകരിക്കുക മാത്രമാണ് മെലൂഹന്മാർക്ക് ചെയ്യാനുള്ളതെന്ന ഒരു നിർദ്ദേശവും കൂടി അവർ മുന്നോട്ട് വെച്ചു. പക്ഷേ ഞങ്ങളത് അംഗീകരിക്കാൻ വിസമ്മതിച്ചു, പർവ്വതേശ്വരൻ പറഞ്ഞു. മഹാരാജാവിൻ്റെ പിതാവ് ബ്രഹ്മനായക മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സ്വദ്വീപ് ആക്രമിച്ചു. ചന്ദ്രവംശികളുടെ രാജ്യം? ശിവൻ ചോദിച്ചു. അതേ ശിവൻ, പർവ്വതേശ്വരൻ പറഞ്ഞു. അതൊരു ഗംഭീര വിജയമായിരുന്നു. ചന്ദ്രവംശികളുടെ സൈന്യം തകർന്നു. ബ്രഹ്മനായക രാജാവ് തൻ്റെ ഔദാര്യം പ്രകടിപ്പിച്ചു. അവരുടെ രാജ്യം വിട്ടുകൊടുത്തു. അവരുടെ ഭരണവും അനുവദിച്ചു കൊടുത്തു. രാജാവ് നഷ്ടപരിഹാരമോ കപ്പമോ അവരിൽ നിന്ന് ഈടാക്കിയില്ല. യമുനാ നദി തിരികെ നൽകണമെന്നു മാത്രമായിരുന്നു സമാധാന ഉടമ്പടിയിലെ ഒരേയൊരു വ്യവസ്ഥ. ഞങ്ങൾ യമുനയുടെ ഗതി പുനഃസ്ഥാപിച്ചു. അത് സരസ്വതീ നദിയിൽ സംഗമിച്ചു.